എന്നും തന്റേതായ ശൈലി കൊണ്ട് മാത്രം മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച ഒരു വലിയ കലാകാരനാണ് പ്രശാന്ത് പുന്നപ്ര. സാസ്കോ വീഡിയോസ് പുറത്തിറക്കിയ www.ipobyju.com പ്രശാന്ത് അവതരിപ്പിച്ച കുച്ചിപ്പുടി നൃത്തം പ്രേക്ഷകരുടെ അഭ്യർത്ഥനയെ മാനിച്ച് ഇതാ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് വേണ്ടി. നമസ്കാരം പ്രിയമുള്ളവരെ, കഴിഞ്ഞ 2 ദിവസമായി നടക്കുന്ന ക്ലബിൻ്റെ ഓണാഘോഷ പരിപാടിയോടനുബന്ധിച്ചുള്ള അവസാന മത്സരം നടക്കാൻ പോവുകയാണ് നമ്മുടെ കുച്ചിപ്പുടി മത്സരം. ഈ കുച്ചിപ്പുടി മത്സരത്തിൽ പങ്കെടുക്കാനുള്ളവർ എത്രയും പെട്ടെന്ന് ഈ സ്റ്റേജിൻ്റെ ബാക്കിൽ വരേണ്ടതാണ്. ചെസ്റ്റ് നമ്പർ എവിടെ? ചെസ്റ്റ് നമ്പർ ഇല്ല, അര നമ്പറുണ്ട് ഇവിടെ കുത്തിയിരിക്കുന്നത്. അവിടെയാണ് ചെസ്റ്റ് നമ്പർ, ഇവിടെയല്ലേ കുത്തേണ്ടത്? അല്ല, ചെസ്റ്റ് നമ്പർ ഇപ്പൊ ഉണ്ടല്ലോ ഇവിടെ. ഇപ്പൊ തൽക്കാലം ഇവിടെ കുത്താൻ പറ്റും ചെസ്റ്റ്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇങ്ങനെ അടിച്ച് സെറ്റപ്പ് ആയിട്ടാണോ കുച്ചിപ്പുടി കളിക്കാൻ വരുന്നത്? ഈ ഇങ്ങനെ ഇപ്പൊ കുച്ചിപ്പുടി കളിക്കാൻ എനിക്ക് പറ്റത്തുള്ളൂ. എനിക്കൊരു ആംബിയർ ഉണ്ടാവണമെങ്കിൽ, ഒരു സീരിയസ്നെസ് ഉണ്ടാവണമെങ്കിൽ ഇങ്ങനെ വേണം. എന്താ കഴിച്ചിരിക്കണത്? സ്കോച്ച് കഴിച്ചാലാണ് കുച്ചിപ്പുടി മത്സരത്തിനോട് വന്നിരിക്കുന്നത്. ഇവിടെ മന്ത്രി വരുന്ന ഒരു സ്റ്റേജാണിത്. എന്നാ മന്ത്രി വരുന്നുണ്ട്, ഞാനൊരു കാര്യം ചെയ്യാം, സ്കോച്ചിപ്പുടി കളിക്കാം. കുഴപ്പമുണ്ടോ? നിങ്ങൾ ഇവിടെ നിന്ന് മാറിത്തരാ ദൈവത്തെ വിചാരിച്ച്. ഒരു കലാകാരനെ ഡിസ്റ്റർബ് ചെയ്യില്ല പ്ലീസ്. എന്തെങ്കിലും കാണിക്കാം, കലയെ നശിപ്പിക്കും. കാണിക്കും. എന്താണ് നീ ഇവിടെ കാണിക്കുന്നത്? ഇങ്ങനെയാണോ കുച്ചിപ്പുടി കളിക്കുന്നത്? കുച്ചിപ്പുടി കുഴപ്പമൊന്നും ഇത്ര നേരം ഒരാൾക്കൊരു പ്രശ്നമില്ലായിരുന്നു. ഇനി മേലെ ഇതേപോലെ കുച്ചിപ്പുടി കളിച്ച കോച്ച് പിടിച്ചിട്ട് മോതൊക്കെ ഇടിക്കും. എന്നാൽ ബൈജുവിന് ആംബിയർ ഉണ്ടെങ്കിൽ ഈ സ്റ്റേജ് ബൈജു കുച്ചിപ്പുടി കളിച്ചിരിക്കും. അറിയോ? നമുക്ക് ബൈജുവിന്റെ കുരുവാണ് സത്യം. കുരുവല്ല, ഗുരു. അതാണ് സത്യം. കാണാം. പ്രസിഡന്റ് ഇവിടെ വന്ന് കുത്തിയിരിക്കുകയാണല്ലേ? എന്താ കാര്യം? പ്രസിഡന്റ് ഒറ്റത്തിലാണ് ഇവിടെ ഇത്ര പ്രശ്നം ഉണ്ടാക്കിയത്. എന്താ കാര്യം? ആ ബൈജുവിന്റെ കുച്ചിപ്പുടിയോട് വച്ചപ്പോഴാണ് നാട്ടുകാർ എഴുന്നേറ്റ് പോയത്. അറിയാമോ? അവനെ ഞാൻ അവിടെ പറഞ്ഞു വിട്ടതാണല്ലോ. പറഞ്ഞു വിട്ടതാണെന്നാ? ആ സ്റ്റേജിലേക്ക് നോക്കുക ബൈജു അവിടെ എന്തൊക്കെയാണ് കാണിക്കുന്നത്. Jump,
അറിവിൻ്റെ ഉറവിടമാണ് വിദ്യാലയം. നമുക്ക് ജീവിതത്തിൽ ഓർമ്മിക്കാനുള്ള ഒരുപാട് നല്ല ഓർമ്മകൾ തരുന്ന ദേവാലയം. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ വിദ്യാഭ്യാസം ഒരു വിദ്യ ആഭാസം തന്നെ ആയിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടിക്ക് അറിവില്ലെങ്കിൽ അധ്യാപകന് പറഞ്ഞു കൊടുക്കാം. പക്ഷേ അധ്യാപകൻ അറിവില്ലെങ്കിലോ? പാഠം 1 തള വള കൂട്ട ധാരം. എന്നാ പാഠമാണ് ഇത്? പാഠം 3 മഴ. മഴ 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 മാനത്തുണ്ടൊരു മലമഴ മധുമഴ മധുരമഴ. സ്റ്റാച്ചു സാറന്മാരാണോടാ സ്റ്റാച്ചു പറഞ്ഞത്? വേണ്ട 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 കേട്ടോ. ഈ സ്കൂളിൽ ഇച്ചിരി അഹങ്കാരിയായി മാറുന്നുണ്ട് കേട്ടോ. കണ്ടോ നീ സാറന്മാർ സ്റ്റാച്ചു പറയുന്ന അതാരാ കരുവന? ആരാ കരുവന? വിചിത്രജീവിയാ. വിചിത്രജീവിയോ? എന്താടാ സാറേ വിചിത്ര എന്നോടെ പേരാ, ജീവി ഇൻഷലി. ഇവിടെ പഠിക്കുന്ന കുട്ടിയാണോ? കയറി വരാൻ പറ, കയറി വരാൻ പറ. വേഗം വാ. നേരത്തും കാലത്തും സ്കൂളൊന്നും വരത്തില്ല, പിടിക്കത്തില്ല. തുണി കാത്തിട്ടോ. എൻ്റെ ദൈവമേടി സ്കൂളിലോട്ട് വരുമ്പോഴെങ്കിലും നല്ല രീതിയിൽ തുണി എടുത്തോണ്ട് വാ. അങ്ങോട്ട് ഇറങ്ങിക്കോളും. രാവിലെ വീട്ടുകാർ ഫുൾ പാവാട തയ്ച്ച് ഇവിടെ വരുമ്പോൾ ഷോർട്ടാക്കും. എന്നിട്ട് സാറുമാർ പീഡിപ്പിച്ചെന്നുള്ള പരാതി തുണി എടുത്തോ. അയ്യോ വേണ്ട 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 വേണ്ട, ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പോയി ചേരരുതേ. അവിടെ പോയി ചേർന്നിട്ട് ഇവിടെ ഡിവിഷൻ കുറഞ്ഞിട്ടേ എൻ്റെ പണി കളയല്ലേ കേട്ടോ. നീ എങ്ങനെ വേണേലും ഇനി പോര് കേട്ടോ, എന്നും വന്നാ മതി. ഇനി നമുക്ക് പഠിക്കാം. ഇനി മലയാളം പഠിക്കാം. ആദ്യമായി പഠിക്കേണ്ടത് ശാകുന്തളം. എന്തോന്നാ? ശാകുന്തളം. ശാകുന്തളം ശാകുന്തളം എന്താണ്? ശാകുന്തളം എഴുതിയത് ആരാണ്? ഞാനോ? ഞാനാണ് ശാകുന്തളം എഴുതിയത്. സാറല്ലേ ഇപ്പൊ ശാകുന്തളം എഴുതിയത്? അത് ശരിയാണല്ലോ, ഞാനാണല്ലോ എഴുതിയത്. നീ ഇന്നലെ എന്നാ ക്ലാസ് വരാഞ്ഞേ? പനിയായിരുന്നു. പനിയായിരുന്നോ? നീ വന്നേടാ, നിനക്ക് പനിയായിട്ട് കിടക്കാം. ഒരക്ഷരം അറിയാൻ പല പനി എന്ന് എഴുതിക്കേ. എഴുതടാ പനി. ഇങ്ങോട്ട് എഴുതാൻ പറഞ്ഞാൽ കേൾക്കുന്നത്. പനി എഴുതേ. പനി എഴുതാൻ അറിയത്തില്ല. പനി എഴുതാൻ അറിയത്തില്ലേ? പനി പിടിച്ച് വീട്ടിൽ കിടക്കാൻ അറിയാം നിനക്ക്? അപ്പൊ പനി എഴുതാൻ അറിയാം. എഴുതിക്കേ. എങ്ങനെ? എടാ പാ ചെറിയ തലയിട്ടിങ്ങനെ നീട്ടിയുള്ള പാ എഴുതിക്കാതെ. പാ എഴുതേ. എഴുതേ. പാ. ഇനി നാ എഴുതിക്കേ. നായ? അതെങ്ങനെ? എടാ ധാ തിരിച്ചിട്ടാ നായാവും. മനസ്സിലായോ? ഈ ദാ എങ്ങനെ? ധാ നാ തിരിച്ചിട്ടാ മതിയോ? കറക്റ്റ്. ഇനി വള്ളിയിട്ടേ. വള്ളിയിട്ടേ. വള്ളിയോ? എടാ വള്ളിയ എടാ കാലം കൂടെ കഴിക്കുന്നുണ്ടല്ലേ? ഇങ്ങനെ. വള്ളിയിട്ടേ. ഇപ്പൊ കറക്റ്റാ കേട്ടോ. ഇനി ഒന്ന് കൂട്ടി വായിച്ചേ. പനവള്ളി. പനവള്ളി. ഒത്തിരി എന്നെ പഠിപ്പിക്കാൻ നോക്കല്ലോ കേട്ടോ. ഇവിടെ മാറിക്കേ. ആഹാ, ഇനി നമുക്ക് എതിർപദം പഠിക്കാം. എന്നതാ? എതിർപദം പഠിക്കാം. ഗുരു ശിഷ്യന്മാരെ തല്ലുന്നു. ശിഷ്യന്മാർ ഗുരുവിനെ തല്ലും. തല്ലുവോ? തല്ലും. എന്നാ എതിർപദം വേണ്ട കേട്ടോ. സാറേ ഒരു സംശയം. സംശയം? അതെ, സംശയമുള്ള പിള്ളേരാണ് എനിക്ക് കൂടുതൽ പഠിപ്പിക്കാൻ ഇഷ്ടം. എത്ര സംശയം വേണം ചോദിച്ചോളൂ. ആണല്ലേ? ഞാൻ ഈ കഴിഞ്ഞ ദിവസം സാറിന്റെ വീടിന്റെ ഫ്രണ്ടിലൂടെ വരുമ്പോ സാറിന്റെ വീടിന്റെ മുന്നിലായിട്ട് ഒരു 10-18 വയസ്സുള്ള ഒരു പെണ്ണ് നിൽക്കുന്നു. 10-18 വയസ്സുള്ള പെണ്ണ്? പറ. അത് സാറിന്റെ ഭാര്യയാണോ മകളാണോ അതാ വേറെ വല്ല സെറ്റപ്പ് വേണം? ആഹാ, കൊള്ളാമല്ലോടാ. മൊട്ടേ തിരിഞ്ഞില്ല, നീ സെറ്റപ്പ് പഠിക്കാൻ വന്നിട്ട് മേലെ ഈ സെറ്റപ്പോട്ട് വന്നെങ്കിലും കണ്ടടാ സെറ്റപ്പ്. ഇനി നമുക്ക് പര്യായപദം പഠിക്കാം. എന്നതാ? പര്യായപദം പഠിക്കാം. മുഖത്തിന് 2 പര്യായപദം പറഞ്ഞേ. ഈ കാക്കയുടെ കാക്കയുടെ മുഖം പോലല്ല ഇരിക്കുന്നത്. സാറിന്റെ പോലത്തെയാണോ? എന്റെ മുഖം പോലൊക്കെ ഇരിക്കും. അങ്ങനാണെ മുഞ്ഞി മോന്ത. വേണ്ട 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 വേണ്ട, ഇനി പര്യായപദം വേണ്ട. ഇനി നമുക്ക് ബയോളജി പഠിക്കാം. ബയോളജി അല്ല, ബയോളജി പഠിക്കാം. മനുഷ്യൻ ഏത് മൃഗത്തിൽ നിന്നാണ് രൂപാന്തരം പ്രാപിച്ചിരിക്കുന്നത്? കുരങ്ങിൽ നിന്നാ. സത്യം പറടാ, നീ പുസ്തകം നോക്കിയല്ലേ പറഞ്ഞേ? ഞാനിപ്പോ സാറിന്റെ മൂത്ത് നോക്കിയല്ലേ പറഞ്ഞു. അത് ശരി, പിള്ളേരെ കാഴ്ചബംഗ്ലാവ് കാണിക്കാൻ പോയത് ഇപ്പൊ കുഴപ്പമായെന്ന് തോന്നുന്നു. വേണ്ട വേണ്ട. എന്നാടി? നീയൊന്നുമല്ലേ? നീ നടത്തടാ. നീ ആരാടാ? നീ അല്ലേ അവനല്ലേ? ആഹാ, കൊള്ളാമല്ലോടാ. കൊള്ളാം. നീ അവിടെ പുറകെ നടക്കുവല്ലേ? ഞാനങ്ങ് അവിടെ പുറകെ നടന്നില്ല. പിന്നെ അവൾ എന്റെ മുന്നേ നടന്ന. കണ്ടോ ആമ്പിള്ളേരെ മുമ്പേ കയറി പെൺപിള്ളേര് നടന്നിട്ട് ആമ്പിള്ളേര് പെൺപിള്ളേരെ പുറകെ നടന്നു അല്ലേ? പറഞ്ഞല്ലോ. എന്നാ പറഞ്ഞു? എന്നിട്ട് എന്നോട് പറഞ്ഞു. എന്താ നീ പറഞ്ഞത്? എടി വാഴ പറയാൻ. കൊള്ളാം. ഇത്ര ചെറുപ്പത്തിൽ നീ ഐ ലവ് യു പറയണടാ. പറയോടാ നീ. പറയുവാ നീ. പറഞ്ഞില്ല. നീ ഐ ലവ് യു പറഞ്ഞോ? എനിക്ക്
ഐ ലവ് യു പറയാൻ അറിയത്തില്ല. അയ്യോ കണ്ടോ, കൊച്ചിറക്കൻ പാവപ്പെട്ട പയ്യൻ ഐ ലവ് യു എന്ന് പറഞ്ഞു. എടി ആവശ്യമില്ലാത്ത പറഞ്ഞു കൊടുത്ത് അവനെ പഠിപ്പിച്ചിട്ട് ഐ ലവ് യു എന്ന് പറഞ്ഞു. ഒന്ന് പറഞ്ഞോടി അവൻ. എന്താണ് നീയാണല്ലോ. ഇംഗ്ലീഷ് മീഡിയം. വേണ്ട വേണ്ട വേണ്ട, ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പോകണ്ട. ഇനി നമുക്ക് പദ്യം പഠിക്കാം. പദ്യം പഠിക്കാം. ആ ഇന്നലെ പഠിപ്പിച്ച പദ്യം ചൊല്ലിക്ക്. ചൊല്ലിക്ക്. കാണാപ്പാടുന്ന ചൊല്ലേ ചൊല്ലേ. രണ്ടാം പടമാണോ? ആ രണ്ടാം പാടം ചൊല്ലാ പറഞ്ഞു. എന്നും എന്നും കാത്തിരിക്കാൻ അമ്മയുണ്ട് വീട്ടിൽ, എന്നും എന്നും വാങ്ങിത്തറാൻ അച്ഛനുണ്ട് വീട്ടിൽ, പാട്ടുപാടാൻ ചേച്ചിയുണ്ട്, കൂട്ടുകൂടാൻ ചേട്ടനുണ്ട്, ചേർന്നിടുമ്പോ സ്വർഗമാണ് വീട്. നല്ലത് പഠിക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിന്റെ അർത്ഥം പഠിക്കാം. എന്തോന്ന് പഠിക്കാം? അർത്ഥം പഠിക്കാം. എന്നുമെന്നും കാത്തിരിക്കാൻ അമ്മയുണ്ട് വീട്ടിൽ. അതായത് എന്നുമെന്നും നമ്മൾ എവിടെങ്കിലും പോയിച്ച് തിരിച്ച് വീട്ടിൽ വരുമ്പോൾ എന്നുമെന്നും നമ്മളെ കാത്തിരിക്കാൻ നമ്മുടെ അമ്മയുണ്ട്, പെറ്റമ്മയുണ്ട് വീട്ടിൽ. എന്റെ അമ്മ എന്റെ വീട്ടിലില്ല സാറേ. നിന്റെ അമ്മ പിന്നെ എവിടെ പോയി? അമ്മ അച്ഛനോട്ട് വേണമെങ്കിൽ അമ്മയുടെ വീട്ടിൽ പോയി നിൽക്കുവാ. ആണോ? നിന്റെ അമ്മയുടെ കാര്യമല്ല പറഞ്ഞ കേട്ടോ, ഇത് വേറെ അമ്മയുടെ കാര്യമാണ് പറഞ്ഞ കേട്ടോ. ആ വേണം. അടുത്തത് എന്തുമെന്നും വാങ്ങിത്തരാൻ അച്ഛനുണ്ട് വീട്ടിൽ. അതായത് നമ്മൾക്ക് എന്നും അതായത് എവിടെങ്കിലും അച്ഛൻ പുറത്ത് പോയിട്ട് എന്തും വാങ്ങിത്തരാൻ നമ്മുടെ അച്ഛനുണ്ട് വീട്ടിൽ. സാറേ എന്റെ അച്ഛൻ വാങ്ങിച്ച എനിക്ക് തരത്തില്ല. അതെന്നാ? അച്ഛൻ മേടിച്ച് വഴി വെച്ചടിച്ച് വിറ്റായിട്ട് വഴി തന്നെ നടക്കും. ആഹാ അത് ശരി. എടാ എന്നോട് ഞാൻ നിന്റെ അച്ഛൻ്റെ കാര്യമല്ല പറഞ്ഞത്, വേറെ അച്ഛൻ്റെ കാര്യമാണെന്ന് പറഞ്ഞു കേട്ടോ. ആ വേണ്ട. അതായത് എപ്പോഴും പാട്ട് പാടിത്തരാൻ ചേച്ചിയുണ്ട് വീട്ടിൽ, കൂട്ടുകൂടാൻ ചേട്ടനുണ്ട് വീട്ടിൽ. പാട്ട് പാടിത്തരാൻ ചേച്ചിയുണ്ട്, കൂട്ടുകൂടാൻ ചേട്ടനുണ്ട്. ഞങ്ങളുടെ ചേച്ചി പാട്ട് പാടിയിട്ട് ചേട്ടൻ വീട്ടിൽ നിന്ന് വീട് വിട്ട് ഇറങ്ങിപ്പോയി. കൊള്ളാം, നിങ്ങളുടെ വീട്ടിൽ അപ്പിടി പ്രശ്നമാണല്ലോ രണ്ടിന്റെ. എടാ നിങ്ങളുടെ പ്രശ്നം തീർക്കാൻ വേണ്ടി നിന്നെയൊക്കെ എന്റെ തഞ്ചത്തോട്ട് കെട്ടിടക്കുന്ന കാര്യമില്ല. ഇനി നമുക്ക് ഭൂമിശാസ്ത്രം പഠിക്കാം. ഭൂമിശാസ്ത്രം പഠിക്കാം. ഭൂപടത്തിൽ ഇന്ത്യയിലൂടെ കടന്നു പോകുന്നൊരു രേഖയുടെ പേര് പറയുക. ദാരിദ്ര്യരേഖ. കൊള്ളാമല്ലോ, അങ്ങനൊരു രേഖയുണ്ടോ? ആ ശരി. ഇനി നമുക്ക് മഴ പെയ്യുന്ന എങ്ങനെയാന്ന് പഠിക്കാം. മഴ പെയ്യുന്നത് എങ്ങനെ? മഴ പെയ്യുന്നത് എങ്ങനെ? എങ്ങനെ? എന്നോട് ചോദിക്കണം മഴ പെയ്യുന്നത് എങ്ങനെ. അതായത് ഭൂമി ഒരു അച്ചുതണ്ടി കിടന്ന് കറങ്ങുന്നു. എവിടെ കിടന്ന? ഭൂമി ഒരു അച്ചുതണ്ടി കിടന്ന് കറങ്ങുന്നു. ഭൂമി ഇങ്ങനെ കറങ്ങി മുകളിൽ വരുന്നു. അപ്പൊ ഭൂമിയിലുള്ള ആറുകളും പുഴകളും തോടുകളും എല്ലാം എവിടെ വരുന്നു? മുകളിൽ വരുന്നു. അപ്പൊ അവരുടെ വെള്ളമെല്ലാം താഴേക്ക് വരുന്നു. അങ്ങനെ മഴ പെയ്യുന്നു. അങ്ങനെ മഴ പെയ്യുന്നു. അപ്പൊ സാറേ ഒരു സംശയം ചോദിച്ചോളൂ. നമ്മുടെ ഈ മോളി ടീച്ചറും ബീനാമ ടീച്ചറും ഒക്കെ തുണിയിലൊക്കെ കൊണ്ട് നിൽക്കുവാണെങ്കിലേ അവർ തലയെ കുത്തി താഴെ വീഴത്തില്ലേ? വേണ്ട. ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ എന്നോട് ചോദിക്കല്ലേ കേട്ടോ. ഞാൻ അങ്ങോട്ട് ചോദിച്ചോളാം. അഹങ്കാരി. സാറേ അപ്പൊ ഈ ചാറ്റമഴ പെയ്യുന്ന എങ്ങനെ? ചാറ്റമഴ പെയ്യുന്ന എങ്ങനെയെന്ന് വെച്ചാൽ ഈ വെള്ളം താഴേക്ക് വന്ന് കെട്ടിടങ്ങളിൽ തട്ടിത്തെറിക്കുന്നതാണ് ചാറ്റമഴ. മനസ്സിലായോ? കൂടുതലൊന്നും പഠിക്കണ്ട കേട്ടോ. ഇന്ന് ഓടി വരുവോ കേട്ടോ. ആരോടി വരും? ഡിയോ വരും. തേടി വരും കനസുകളിൽ ഓടിയെത്തും ഡിയോ, തിരിച്ചു വെക്കും മറിച്ചു വെക്കും പൊളിച്ചു മാറ്റും ഡിയോ. അയ്യപ്പണ്ടിയോ. ആഹാ കൊള്ളാമല്ലോടാ. ഡിയോയുടെ പേര് വരെ പഠിച്ചിരിക്കുക. അയ്യപ്പൻ ഡിയോ. എനിക്ക് പോലും അറിയാമല്ലോ. ഡിയോ വരുന്നുണ്ടോ? ഡിയോ സൂക്ഷിക്കണം കേട്ടോ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. തേടി വരും ക്ലാസുകളിൽ ഓടിയെത്തും ഡിയോ, തിരിച്ചു വെക്കും മറിച്ചു വെക്കും ഒടിച്ചു മാറ്റും ഡിയോ. അയ്യപ്പണ്ടിയോ. സൈലൻസ്. അല്ല എനിക്ക് അറിയാൻ പറ്റാണ്ട് ഇതിൽ ആരാ കുട്ടികൾ, ആരാ സാറ്? അതാണ് കുട്ടികൾ, ഞാൻ സാറും. ആണല്ലേ? അത് ശരി. ഞാൻ ആരാന്ന് മനസ്സിലായി? ആരാ? അയ്യപ്പണ്ടിയോ. ഇത് എന്നതാ എന്റെ സാറേ? അതെ ഞാൻ സാറേ, ഞാൻ ഈ പഴയ DPEP ഒന്ന് പരിശോധിച്ച് നോക്കിയതാ. പഴയ DPEP കൊള്ളാം. അതൊക്കെ പോട്ടെ. വന്നപ്പോഴേ ഞാൻ ഈ ക്ലാസ്സിൽ അറ്റൻഡൻസ് രജിസ്റ്റർ ആണ് എടുത്ത് നോക്കിയത്. ഞാൻ നോക്കിയപ്പോ ഈ ക്ലാസ്സിൽ മൊത്തം 12 പിള്ളേരില്ലേ? 10 പിള്ളേർ ആബ്സെന്റ് ആണ്. ഈ 10 പിള്ളേർ എവിടെ? നോക്കിക്കേ. രാജേഷ് സുധാകരൻ, രാജീവ് സുധാകരൻ, സൗമ്യ സുധാകരൻ, സരിത സുധാകരൻ, ഗോപൻ സുധാകരൻ, ലക്ഷ്മി സുധാകരൻ. എടാ പറഞ്ഞ പോലെ ഇതെല്ലാം ഒറ്റ വീട്ടിലെ പിള്ളേരാണ്. ഒറ്റ വീട്ടിലെ പിള്ളേരാ. അല്ല ആരാ ഈ സുധാകരൻ? സുധാകരൻ ഞാനാ. അത് ശരി. അപ്പൊ ഇതൊക്കെ സാറിന്റെ പിള്ളേരാണ്? അതെ സാറേ, അവരെ ഒരു കല്യാണത്തിന് പോയിരിക്കാം. ഉച്ചയൂണ് കഴിഞ്ഞാൽ പെട്ടെന്ന് വരും. സാർ ഉച്ച കഴിഞ്ഞാൽ വരത്തുള്ളതാ ഞാൻ ഇവിടെ പറഞ്ഞത്. നേരത്തെ ഓക്കെ. ഈ പിള്ളേരൊക്കെ നന്നായിട്ട് പഠിക്കൂ. ഈ സ്കൂളിൽ നല്ല രീതിയിൽ പഠിക്കുന്ന 2 കുട്ടികൾ മാത്രമേ ഉള്ളൂ. അത് ഈ കുട്ടികളാണ്. ആണല്ലേ? ഈ സ്കൂളിൽ നല്ലൊരു അധ്യാപകൻ ഉണ്ടെങ്കിൽ അത് ഞാൻ മാത്രമേ ഉള്ളൂ. ഓക്കെ. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ഈ കുട്ടികളോട് ഒരു ചോദ്യം ചോദിക്കാം. ആദ്യത്തെ ചോദ്യം കുട്ടിയോടാണ്. ശ്രദ്ധിച്ചു കൊണ്ടാണ്. ഈ സീതയെ തട്ടിക്കൊണ്ടുപോയത് ആരാണ്? സീതയെ തട്ടിക്കൊണ്ടുപോയത് ആരാണ്? ഞാനല്ല, അപ്പുറത്തെ ക്ലാസ്സിലെ സുരേഷോ. അപ്പുറത്തെ ക്ലാസ്സിലെ സുരേഷോ? ഇത് എന്നതാ സാറേ ഇത്? അത് പോട്ടെ. മോളിങ്ങി മാറുന്നേ. മോളോട് ചോദിക്കാം. മോള് പറഞ്ഞേ, ഈ സീതയെ തട്ടിക്കൊണ്ടുപോയത് ആരാണ്? എന്നതാ? അനിലോ? എന്റെ പൊന്നു കൊച്ചെ ഒന്ന് ഉറക്കെ പറയുന്നല്ലേ എനിക്ക് കേൾക്കാൻ പറ്റും. എനിക്കറിയാം. നീ
നിസാരമായ ഒരു ചോദ്യം ചോദിച്ചിട്ട് ഈ പിള്ളേർക്ക് അറിയാൻ പറ്റുന്നു. എന്നാ സാറേ ഇതാണോ പഠിപ്പിക്കുന്നത്? അതെ, ഇത്തിരി ചോദ്യങ്ങളും ഇത്തിരി വൃത്തികെട്ട ചോദ്യങ്ങളും ഈ പിള്ളേരല്ല ചോദിക്കണ്ടേ. പണ്ടങ്ങാട് നടന്ന അമ്മേ ഇപ്പോഴത്തെ പിള്ളേരോട് ചോദിച്ചാൽ അവർക്കറിയാൻ മേല. മനസ്സിലായോ? എന്തെങ്കിലും സാറിന് ചോദിക്കണമെങ്കിൽ അത് എന്നോട് ചോദിച്ചോളൂ, ഞാൻ ഉത്തരം പറയും. അത് ശരി. എന്നാ ഞാൻ ചോദിക്കാം, ആരായി സീതയെ തട്ടിക്കൊണ്ട് പോയത്? ഞാൻ തന്നെയാ. തട്ടിക്കൊണ്ട് പോയെങ്കിലേ അന്തസ്സായിട്ട് അവർക്ക് ചെലവിന് കൊടുക്കുന്നുള്ളൂ. 25 വർഷമായിട്ട് അവിടെ വീട്ടിൽ നിന്ന് ഒരു കുഞ്ഞുങ്ങൾ ഇത് ചോദിച്ചിട്ടില്ല. ഈ സാറിന് പിന്നെ ചോദിക്കേണ്ട കാര്യമില്ല. പിള്ളേരോട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ പുസ്തകത്തിലെ ചോദ്യം, അല്ലാതെ എന്റെ കുടുംബത്തെ കാര്യമല്ല കേട്ടോ.